ഹായ് ഗൈസ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നയനയ്ക്ക് കൊണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ സ്വർണം കൊടുത്ത വിവരമൊക്കെ അറിഞ്ഞിട്ട് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് കേട്ടോ അനാമിക. അനാമിക നേരെ പോകുന്നത് ദേവയാനിയുടെ അടുത്തേക്കാണ്. അനാമിക മുത്തശ്ശിയായിട്ട് ഉടക്കുമ്പം മുത്തശ്ശി അനാമികയെ നല്ല കണക്കിന് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അനാമിക ദേവയാനിയുടെ അടുത്തേക്ക് തന്നെ പോവാണ് കേട്ടോ. എന്തായാലും വല്യമ്മയോട് ചെന്നത് പറഞ്ഞിട്ടേ ഉള്ളൂ. വല്യമ്മയ്ക്ക് അവളെന്ന് പറഞ്ഞാൽ കാണരുത്. വിവാഹം കഴിഞ്ഞ് വന്നപ്പോഴേ വല്യമ്മ കുറേ സ്വർണം എനിക്കാ തന്നത്, അവൾക്ക് പോലും കൊടുത്തില്ല. ഇപ്പം ആ കിളവനും കിളവിയും കൂടി കൊണ്ടുപോയി ആ സ്വർണമെല്ലാം അവൾക്ക് കൊണ്ട് കൊടുത്തിരിക്കുന്നു. അവൾ അവിടെ സുഖിക്കാൻ നിന്നത് ഇവരൊക്കെ എന്ത് കണ്ടുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ആർക്കറിയാം. എന്തായാലും വല്യമ്മ ചെന്നൊന്ന് ഇളക്കാം. വല്യമ്മ വരുമ്പം നല്ല പണി കിട്ടും അവൾക്ക്. ഏതാ വല്യമ്മയുടെ കയ്യിൽ ഇനി സ്വർണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് പകരമായിട്ട് എനിക്ക് തരികയും ചെയ്യും. കുറച്ചൊക്കെ ഒന്ന് സെൻറ്റി അടിക്കാം എന്ന് വിചാരിക്കുകയാണ്. എന്നിട്ട് അനാമിക നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ദേവയാനിയുടെ അടുത്ത് ചെന്നിട്ട് പറയാണ്, വല്യമ്മേ എങ്ങനെയുണ്ട് വല്യമ്മയ്ക്ക്, ഇപ്പോൾ സുഖമായോ? അപ്പം ദേവയാനി പറയാണ്, നല്ല സുഖമുണ്ട്, അസുഖങ്ങളൊക്കെ കുറവുണ്ട്, ബുദ്ധിമുട്ടുകളൊക്കെ കുറവുണ്ടെന്ന് പറയാം. അപ്പോഴേക്കും ഉടനെ അനാമിക പറയാണ്, എന്ത് ബുദ്ധിമുട്ട് കുറവുണ്ടേലെന്താ, ആ നയന അവളല്ലേ ഈ സമയത്ത് വല്യമ്മയെ നോക്കേണ്ടത്. എന്നിട്ട് അവൾ വല്യമ്മയുടെ അടുത്ത് വരുമോ, ഒന്ന് നോക്കുമോ, എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയോ ചെയ്യാതെ അവളുടെ വീട്ടിൽ പോയി നിൽക്കുകയല്ലേ. അത് വല്യമ്മയെപ്പോട് പകരം വീട്ടുന്നതാ. മാത്രമല്ല വല്യമ്മ ഈ അവസ്ഥയിൽ കിടക്കാൻ കാരണവും അവൾ തന്നെയാണ് എന്ന് പറയുമ്പോൾ ദേവയാനി പറയണം, മോളെ അനാമികയെ അതൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. അവൾ അവളുടെ വീട്ടിൽ പോയി നിൽക്കട്ടെ. ദയവ് ചെയ്ത് നീ ഇനി അവളുടെ കാര്യമൊന്നും പറയാൻ വരണ്ട. അവൾ ഇനി തിരിച്ചിങ്ങോട്ട് വരാതിരുന്നാൽ മതിയായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ ആദർശന് നിന്നെപ്പോലെ ഒരു നല്ല പെണ്ണിനെ കണ്ടെത്തി ഒരു വിവാഹം കഴിപ്പിക്കാമായിരുന്നു. എനിക്ക് നിന്നെപ്പോലെ ഒരു നല്ല മരുമകളെ കിട്ടിയേനെ. അപ്പോൾ അനാമിക പറയാണ്, അതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ അവൾ ഇനിയും വരും. അവൾ വരാതൊന്നും ഇരിക്കില്ല. വരാതിരിക്കട്ടെ, നാശം എന്ന് പറയുമ്പോഴേക്കും ഉടനെ തന്നെ അനാമിക പറയാം, വരാതിരുന്നാലെന്താ, അവിടെയുള്ളവരെല്ലാം അവളെ കാണാൻ അങ്ങോട്ടല്ലേ പോകുന്നത്, എല്ലാവരും പോകുന്നുണ്ട് എന്ന് പറയാണ് കേട്ടോ. അപ്പോഴേക്കും ദേവയാനി ചോദിക്കുക, എല്ലാവരും പോകും, എല്ലാവർക്കും അവളോടാണല്ലോ പ്രിയം കൂടുതൽ എന്ന് പറയുമ്പം അനാമിക പറയാം, അവൻ കഴിഞ്ഞ ദിവസം കുറേ ഫ്രൂട്ട്സൊക്കെ വാങ്ങി പോയിട്ടുണ്ടായിരുന്നു. അവൻ പോകുന്നതിന് വേറെ ചില ഉദ്ദേശങ്ങളും ഉണ്ട് വല്യമ്മേ. ആ നന്ദുവിനെ കാണാനാ. അത് ഇവളവിടെ നിൽക്കുന്നത് കൊണ്ട് നന്ദുവിനെയും പോയി അവന് സൗകര്യമായിട്ട് കാണാമല്ലോ. അപ്പോഴേക്കും ദേവയാനിയും പറയുന്നു, മോളെ നീ അതൊക്കെ വിട്. നന്ദുവിനെ അവളെ നമ്മുടെ കുടുംബത്തിലേക്ക് കയറ്റില്ല. ഇവളുടെ ചേച്ചിയും കൂടെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമാധാനമുണ്ട്. എന്തായാലും ഞാൻ തിരിച്ചു വരട്ടെ. വരുമ്പം ഇതിനൊക്കെ ഒരു പരിഹാരം കാണാം. അനിയെ ഞാൻ വരച്ച വരയിൽ നിർത്തിക്കോളാം എന്ന് പറയാം. അപ്പോൾ പറയാം, അനി മാത്രമല്ല മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു അവളെ കാണാനായിട്ട്. അച്ഛനും അമ്മയും പോയെന്നോ? എന്നിട്ട് ഇവിടെ വരെ പോലും അച്ഛനും അമ്മയൊന്നും വന്നില്ലല്ലോ. എന്നിട്ട് അവളെ കാണാൻ പോയോ? ഇവിടെ വരെ വന്നാൽ എന്ത് കാണാനാ? വല്യമ്മ ഇങ്ങനെ കിടക്കുന്ന കാണാനല്ലേ പറ്റുള്ളൂ. അവളല്ലേ അവരുടെ പ്രിയപ്പെട്ട കൊച്ചുമോള്. അവളെ കാണാൻ പോയി ആദർശേട്ടൻ്റെ ഭാര്യ. അന്നേരം ദേവയാനിക്ക് ദേഷ്യം വരികയാണ് കേട്ടോ. അന്നേരം ദേവയാനി പറയുകയാണ്, ഈ അച്ഛനും അമ്മയൊക്കെ എന്ത് കണ്ടിട്ടാണോ അവളെ ഇങ്ങനെ എടുത്ത് തലയെ വെക്കുന്നത്? ഇപ്പോഴും അവൾ പാലിന് വിഷം ചേർത്ത് തന്ന് ഞാൻ ഈ അവസ്ഥയിൽ കിടക്കുന്നു. അതുപോലെ തന്നെ കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കേണ്ട സമയത്ത് തന്നെ അവൾ വീട്ടിൽ പോയി നിൽക്കുന്നു. എന്നിട്ടും അച്ഛനും അമ്മയും ഈ പ്രായമായി വയ്യാത്ത അവർ കാണാനും പോയിരിക്കുന്നു. അപ്പം ഉടനെ പറയുകയാണ് കേട്ടോ അനാമിക, വെറുതെ കാണാനൊന്നും അല്ല പോയത്, അവൾക്ക് ആവശ്യത്തിന് സ്വർണ്ണമൊക്കെ ആയിട്ടാണ് പോയത്. സ്വർണ്ണമായിട്ടോ? എന്തിന്? ഇതൊന്നും വല്യമ്മ അറിഞ്ഞില്ലേ? ആദർശേട്ടൻ അവക്കും കുടുംബത്തിനും താമസിക്കാൻ കോടിക്കണക്കിന് രൂപ കൊടുത്ത് വീട് സ്ഥലമൊക്കെ വാങ്ങിക്കൊടുത്തു. എന്താ അനാമിക നീ പറയുന്നത്? അതെ, ഇതൊക്കെ സത്യമാണ്. വല്യമ്മ പാവം ഇവിടെ ഇങ്ങനെ വയ്യാതെ കിടക്കാണ്. ആ സമയത്ത് അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയോ? അത് പോരാഞ്ഞിട്ട് അവൾക്ക് പാരിതോഷികമായിട്ട് പോയിരിക്കുകയായിരുന്നു മുത്തശ്ശനും മുത്തശ്ശിയും കൂടി. എന്തിനാ അവൾക്ക് പാരിതോഷികം കിടക്കണം? അവൾ എന്താ ചെയ്തത് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട്? അവളിപ്പോൾ അവിടെ പോയി നിൽക്കുന്നതിനാണോ സമ്മാനം, അതോ എന്നെ ഇങ്ങനെ വീഴ്ത്തിയതിനോ? അപ്പോൾ അനാമിക പറയാം, എന്താണെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. 100 പവനോളം സ്വർണ്ണമായിട്ടാണ് മുത്തശ്ശി പോയത്. 100 പവനും ഒക്കെ ആയിട്ടാണ് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ പോയത്. വളരെ പണ്ട് തൊട്ടേ പാരമ്പര്യമായിട്ട് കൈമാറി വന്ന കുറേ സ്വർണ്ണങ്ങളും ഓരോ വിശേഷങ്ങൾക്കും മുത്തശ്ശനും മുത്തശ്ശിയും വാങ്ങിയ സ്വർണ്ണങ്ങളും ഒക്കെ ആയിട്ട് കുറേ സ്വർണ്ണമായിട്ട് പോയി. അവൾക്ക് കൊണ്ട് കൊടുത്തു. എത്ര ലക്ഷം രൂപയുടെ സ്വർണ്ണം അവൾക്ക് കൊണ്ട് കൊടുത്തത് എന്തിനു വേണ്ടിയിട്ടാണ്?
നേരത്തെ ഇതുപോലെ വല്യമ്മ എനിക്ക് കുറച്ച് സ്വർണം തന്നപ്പോൾ അതിന് പകരമായിട്ടും മുത്തശ്ശി കുറേ സ്വർണം അവൾക്ക് കൊടുത്തു. ഇപ്പോൾ ദേ അത് പോരാഞ്ഞിട്ട് ഇത്. ഇക്കണക്കിനാണെങ്കിൽ അനന്തപുരിയുടെ താക്കോലും ആധാരവും ഒക്കെ അവൾക്ക് കൈമാറുമല്ലോ. അപ്പോൾ ദേവയാനിക്ക് അങ്ങ് ദേഷ്യം വരുവാണ്. ദേവയാനി പറയുക, എന്താ ഈ കാണിക്കുന്നത്? അവൾക്ക് എന്തിനാ പാരമ്പര്യമായിട്ട് കൈമാറി വന്ന സ്വത്ത് കൊണ്ട് കൊടുക്കേണ്ടത്? അത് നമ്മുടെ കുടുംബത്തിൽ തന്നെയല്ലേ ഇരിക്കേണ്ടത്? അത് നിനക്ക് ചോദിക്കാൻ മേലായിരുന്നോ അനാമിക്ക്? അവിടെ അത് അമ്മയൊക്കെ ചോദിച്ചപ്പം പറയുകയാണ് മുത്തശ്ശി, അതെ, നിങ്ങളുടെ ആരുടെയും സ്വർണ്ണമല്ല, ഇത് എനിക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയതും എൻ്റെ ഭർത്താവ് ഓരോ വിശേഷങ്ങൾക്കും എനിക്ക് തന്നതുമാണ്. അത് എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഞാൻ കൊടുക്കുമെന്ന്. അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ നമുക്കത് ചോദിക്കാൻ പറ്റില്ലല്ലോ. എല്ലാം കൊണ്ട് അവൾക്ക് കൊടുത്തിട്ട് വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഉടനെ നമ്മുടെ ദേവയാനിക്ക് ദേഷ്യം വരികയാണ്. ഇതൊന്നും ഞാൻ അനുവദിച്ച് കൊടുക്കില്ല. ഞാനൊന്ന് അങ്ങോട്ട് വരട്ടെ, അത് കഴിഞ്ഞ് എല്ലാത്തിനും ഒരു തീരുമാനമാകാം. അച്ഛനും അമ്മയും എന്നെ ഇങ്ങനെ അവൾ വീഴ്ത്തിയതിനാണോ ഈ സമ്മാനം അവൾക്ക് കൊണ്ടു കൊടുത്തതെന്ന് അറിയണമല്ലോ. അത്രയ്ക്ക് അവളെ സ്നേഹിക്കാൻ മാത്രം എന്ത് കാര്യം അവൾ നമ്മുടെ കുടുംബത്തിന് ചെയ്തത്? ആദർശം ഇങ്ങോട്ട് വരട്ടെ. എല്ലാവർക്കും അവളോട് ഇത്തിരി സ്നേഹം കൂടുന്നുണ്ട്. ബാക്കിയുള്ളവർ ഇവിടെ ഇങ്ങനെ വയ്യാതെ കിടക്കുകയാണെന്നുള്ള വിചാരം പോലും ആർക്കുമില്ല. അപ്പോഴേക്കും അനാമിക പറയും, ശരി വല്യമ്മേ, ഞാൻ എന്നാ പോവാണ് എന്ന്. ഉള്ള തിരിയെല്ലാം കയറ്റിയിട്ട് അനാമിക പതുക്കെ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഇറങ്ങി വീട്ടിലേക്ക് ചെല്ലുകയാണ്. വീട്ടിൽ തിരിച്ച് ചെന്ന് കഴിയുമ്പോഴും അനാമികയ്ക്ക് ആപ്പാടെ വെപ്രാളാണ്. ഇതെന്താണ് ഇതിങ്ങനെ, സ്വർണം പോയല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ഉടനെ തന്നെ വീട്ടിലേക്ക് വിളിച്ച് രേവതിയോട് പറയുന്നുണ്ട്, അമ്മേ, ഞാൻ പോയി വല്യമ്മേ നല്ലതായിട്ട് സ്ക്രൂ കയറ്റി വിട്ടിട്ടുണ്ട്. ഇനിയിപ്പം ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ അടിച്ചു മാറ്റണം. ആ കിളവനും കിളവിയൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ അതൊന്നും നടക്കാൻ പോകുന്നില്ല. എങ്ങനെയെങ്കിലുമൊക്കെ അവരെ ഒന്ന് തട്ടാനുള്ള എന്തെങ്കിലും ഒരു പ്ലാൻ ചെയ്യണം. അച്ഛനോട് കൂടി ആലോചിച്ച് അമ്മ ഇതിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്തണം കേട്ടോ എന്ന് പറയുക. അതൊക്കെ കഴിയുമ്പോൾ മുത്തശ്ശനോടും മുത്തശ്ശിയോടും ഭയങ്കര ദേഷ്യമാവുകയാണ് അനാമികയ്ക്ക് കേട്ടോ. അപ്പോൾ അനാമികയും ജലജയും ജാനകിയും കൂടെ നിന്ന് സംസാരിക്കുകയാണ്. എന്നാലും എൻ്റെ ദൈവമേ, അവൾക്കിതെല്ലാം കൊണ്ട് കൊടുക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ? ഇനി അവളാണോ കരൾ കൊടുത്തത്? അതുകൊണ്ടാണ് അവളവിടെ പോയി നിൽക്കുന്നത് എന്ന് പറയാണ് ജലജ. അപ്പോൾ ജാനകി പറയുക, ഏയ്, അവളൊന്നും അങ്ങനെ ചെയ്യില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കുടുംബത്തിലുള്ളവർ അറിയാതിരിക്കുമോ? അവർ പറയാതിരിക്കുമോ? പറയാതിരുന്ന ഏടത്തി എങ്ങനെയാണ് അറിയുന്നത്? ഏടത്തി അറിഞ്ഞാലല്ലേ അവളെ സ്നേഹിക്കുള്ളൂ. അതൊന്നുമല്ല, ഏടത്തി ഇല്ലാത്ത സമയം നോക്കി അച്ഛനും അമ്മയും കുറേ സ്വർണ്ണം അവൾക്ക് കൊണ്ട് കൊടുത്തന്നേ ഉള്ളൂ. അപ്പോൾ അനാമിക പറയാം, ഇതൊക്കെ നമ്മൾ ചോദ്യം ചെയ്യേണ്ടതാണ്. ഈ വീട്ടിലെ സ്വത്താണ് വല്ലോ വീട്ടിലും കൊണ്ട് കൊടുക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇപ്പോൾ ഈ വീട്ടിൽ അവൾ വരുന്നു പോലുമില്ല. ആ സമയത്തും ആരെ കാണിക്കാനാണ് മുത്തച്ഛനും മുത്തശ്ശിയും ഈ സ്വർണ്ണം അവിടെ കൊണ്ട് കൊടുത്തത്? അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് മുത്തശ്ശി അടുക്കളയിലേക്ക് ഇങ്ങനെ വരികയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ എന്താ ഇവിടെ ഒരു സംസാരം? ഏയ്, ഒന്നുമില്ല എന്നിങ്ങനെ പറയാണ് ജലജ. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, അല്ല, സ്വർണം പണം എന്നൊക്കെ ഇവിടെ പറയുന്നത് കേട്ടല്ലോ. എന്താ ഇപ്പം സ്വർണത്തിൻ്റെ കാര്യമൊക്കെ പറയാൻ? ആർക്കാ ഇവിടെ സ്വർണത്തിൻ്റെ ആവശ്യം? അപ്പോൾ ഉടനെ തന്നെ ജാനകി പറയാണ്, അമ്മ എന്താ ഒന്നും അറിയാത്ത പോലെ പറയുന്നത്? അമ്മയ്ക്ക് അറിയില്ലേ എന്താ കാര്യം എന്ന്? എന്തിനാ അത്രയും സ്വർണ്ണമൊക്കെ എടുത്ത് നയനയുടെ വീട്ടിൽ കൊണ്ട് കൊടുത്തത്? അപ്പോൾ പറയാണ്, ഓ, അപ്പം ഞങ്ങൾ നയനയുടെ വീട്ടിൽ പോയതും കൊണ്ടു കൊടുത്തതും എല്ലാം നല്ല വ്യക്തമായിട്ട് നിങ്ങൾ അറിഞ്ഞല്ലേ? അപ്പം ജലജ പറയാം, അത് പിന്നെ ഞങ്ങൾ അറിയാതിരിക്കുമോ? ഞങ്ങൾ അറിയണ്ടേ അത് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന്? ഞാനപ്പോൾ ചോദിച്ചതല്ലേ അമ്മയോട് ഈ സ്വർണ്ണം എങ്ങോട്ട് കൊണ്ടുപോകാമെന്ന്. അപ്പോൾ അതിനൊന്നും ഒരു മറുപടിയും പറയാതെ കൊണ്ടുപോയില്ലേ? അതറിയണ്ടേ ഞങ്ങൾ? അതുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഞങ്ങൾ അറിഞ്ഞു. ഓ, നിങ്ങൾ അറിഞ്ഞാലും ഒരു പ്രശ്നവുമില്ല, അത് നയന മോൾക്ക് കൊടുക്കാൻ തന്നെ കൊണ്ടുപോയതാ എന്ന് പറയാം മുത്തശ്ശി. അപ്പോൾ ഉടനെ അനാമിക ചാടി കയറുകയാണ്. അതെന്താ നയനമോക്ക് മാത്രം? നയനമോക്ക് എന്താ പ്രത്യേകത? അവൾ എന്താ ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് ചെയ്തത്? അവൾ വല്യമ്മയ്ക്ക് പാലിൽ വിഷം കൊടുത്ത് കിടത്തിയതിന് പരിഹാരമായിട്ടാണോ മുത്തശ്ശി കൊണ്ട് കൊടുത്തത്? മുത്തശ്ശിയുടെ മൂത്ത മരുമോളല്ലേ വല്യമ്മ? അവരോടുള്ള ഇഷ്ടക്കുറവിൻ്റെ സമ്മാനമാണോ അവൾക്ക് കൊണ്ട് കൊടുത്ത ആ സ്വർണം? അപ്പോൾ മുത്തശ്ശി പറയാം, അനാമികേ, എന്താ നീ പറയുന്നത്? ദേവയാനിയെ പാലിൽ വിഷം ചേർത്ത് കൊടുത്തത് നയനമോളാണെന്ന് തന്നെയാണോ നീ പറയുന്നത്? അതെ, ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്നിട്ട് അവൾ ഇവിടുന്ന് തൽക്കാലത്തേക്ക് മാറി നിൽക്കുകയല്ലേ, പിടിക്കപ്പെടാതിരിക്കാൻ. എന്നിട്ട് അവളെ കാണാൻ അങ്ങോട്ട് പാരിതോഷികമായിട്ട് പോകുന്നു. ഇതിൻ്റെയൊക്കെ അർത്ഥം എല്ലാവർക്കും മനസ്സിലാവും. കാര്യമൊന്നുമില്ലാതെ നിങ്ങളാരും ഒന്നും ചെയ്യില്ലെന്നറിയാം. അല്ലെങ്കിൽ ഇത്രയും സ്വർണം അവക്കൊണ്ട് കൊടുക്കാനോ? ബാക്കി മരുമക്കളില്ലേ, നവ്യയില്ലേ, അവളെ കൂട്ടണ്ട. ഞാനില്ലേ, ഞാൻ ഈ കുടുംബത്തിൽ മര്യാദയ്ക്ക് കയറി വന്നതല്ലേ, അനിയുടെ ഭാര്യയല്ലേ, ഇളയ മരുമകളല്ലേ. എനിക്കെന്തെങ്കിലും തരുന്നുണ്ടോ നിങ്ങളാരെങ്കിലും? ഇല്ലല്ലോ. നയനയ്ക്ക് കൊണ്ട് കൊടുക്കുന്നു, ആ പെരുങ്കള്ളി നയനയ്ക്ക്. വീണ്ടും വീണ്ടും എനിക്ക് ഓർക്കുമ്പോൾ തന്നെ നാണക്കേട് തോന്നുന്നു മുത്തശ്ശി എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയാണ്, മിണ്ടാതിരിക്കാൻ ആമിയെ, നിന്റെ നാവടക്കുന്ന നിനക്ക് നല്ലത്. ഇനി ഇവിടെ നിന്ന് എന്നെ ചോദ്യം ചെയ്യാൻ നീ വരരുത്.
അതുപോലെ നയന മോളെ കുറ്റപ്പെടുത്താനും നീ വരരുത്. നിൻ്റെ ചേച്ചിയാണ് നയന. അവളെ എടി പൊടി എന്നുള്ള വിളിയും സംസാരമൊന്നും ഈ കുടുംബത്തിൽ ആരും അങ്ങനെ നടത്താറില്ല. അത് തന്നെയല്ല, ഞാനും മുത്തശ്ശനും എന്തെങ്കിലുമൊക്കെ ഇവിടെ ചെയ്തെങ്കിൽ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് വരാൻ നീയൊന്നും ആയിട്ടില്ല അനാമികയെ. അതുകൊണ്ട് എനിക്കിഷ്ടമുള്ള പോലെ എൻ്റെ സ്വർണം ഞാൻ ആർക്ക് വേണമെങ്കിലും കൊടുക്കും. അത് അനാമികയ്ക്ക് തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതൊന്നും എന്നെ ചോദിച്ചോണ്ട് ഭരിച്ചോണ്ട് വരാറായിട്ടില്ല നീ. ജാനകി, നീ കാര്യങ്ങളൊക്കെ ഒന്ന് നിൻ്റെ മരുമകൾക്ക് പറഞ്ഞു കൊടുക്ക്. അവൾ കുറച്ചധികം ചാടുന്നുണ്ട് ഇവിടെ. അതിൻ്റെ ആവശ്യമില്ലെന്ന് ജാനകി നീ പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി അങ്ങ് ദേഷ്യപ്പെടുക. അനാമികയും ജാനകിയൊക്കെ അങ്ങ് ഐസായിട്ട് നിൽക്കുകയാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.